Hi all, welcome to ADA 24/7. എൻ്റെ പേര് ജിജി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് EPFO അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷനും കൂടി ചെയ്തിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഒന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് EPFOക്ക് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഷോർട്ട് കട്ട് ആയിട്ട് പോകാനുള്ളത് വൺ ടൈം രജിസ്ട്രേഷൻ UPSC എന്ന് ടൈപ്പ് ചെയ്താൽ ഉടനെ ആദ്യം ഈ ഒരു സൈറ്റ് കാണാം. അതായത് ഒഫീഷ്യൽ UPSCയുടെ സൈറ്റ് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പോർഷൻ വരും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണത്. ഇനി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഇതിന് മുൻപത്തെ ഉണ്ടല്ലോ www.upsconline.nic.in ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണും. ഈ പേജില് നിങ്ങൾക്ക് ഇമെയിൽ ID-യിലാണ് OTP വരുന്നത് സൗകര്യമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആദ്യം ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മൊബൈൽ നമ്പർ OTP കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് വരും. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഇതിന്റെ സമയം കഴിയും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കാരണം നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, നമ്മുടെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് OTP കൊടുക്കുക. അപ്പൊ OTP വരും മൊബൈൽ നമ്പറിലേക്ക്, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. UPSCയുടെ ഈ ഒരു പേജാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരുന്നു, ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എനിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏതാണ്? EPFO ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. സോ ഞാൻ ഇവിടെ പോകും, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു പേജ് വരും. അതായത് ഇതാണ് നോട്ടിഫിക്കേഷൻ. ഇപ്പൊ ഇവിടെ ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ എന്തായിരുന്നു നോട്ട് ആക്റ്റീവ് അങ്ങനെയൊക്കെ പാർട്ട് 1 രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നൊക്കെ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളത് EPFO ആണ്. സോ ഈ ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടില്ലേ, ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 1, അതായത് പാർട്ട് 1 രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യും. അതായത് പാർട്ട് 1 രജിസ്ട്രേഷന്റെ താഴത്തെ രണ്ടാമത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ, എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അക്കൗണ്ട് ഓഫീസർ 2023 കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. ഈ ഇൻസ്ട്രക്ഷൻസിലാണ് നമുക്ക് എത്ര ഫോട്ടോ സൈസ് എത്ര വേണം, എത്ര സിഗ്നേച്ചറിന്റെ സൈസ് വേണം, ഇതൊക്കെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. പ്രധാനമായിട്ടുള്ളത് ഇൻസ്ട്രക്ഷന്റെ ഏറ്റവും താഴെ ഇവിടെ യെസും നോയും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് വായിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ മനസ്സിലായി എന്ന് വെച്ചാൽ യെസ് കൊടുക്കാം. ഇവിടെ പേയ്മെന്റ് എങ്ങനെയാ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം വേറൊരു പേജ് ഉണ്ടാവും. ആദ്യം പേജിന് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് കാണിക്കും. അതിന് താഴെ കുറച്ച് ഡീറ്റെയിൽസ് ഫിൽ ചെയ്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിൽ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ടല്ലോ. സോ വളരെ കുറച്ച് ഡീറ്റെയിൽസ് മതി. അതായത് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതില് നമുക്ക് EPFO ആണോ അല്ലെങ്കിൽ നമ്മൾ കമ്മീഷണർ ആണോ ഓഫീസർ ആണോ അല്ല രണ്ട് പോസ്റ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഇതിലുണ്ടാവും. ഇന്ത്യൻ ആണോ, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ്, അൺമാരീഡ് ആണോ മാരീഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ PWDയിലൊക്കെ വരുന്ന കാറ്റഗറിയിലാണോ, അപ്പൊ നോ ആണെങ്കിൽ നോ കൊടുക്കുക, എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. കമ്മ്യൂണിറ്റി ഏതാണോ, OBC ആണോ SC ST ആണോ എന്നൊക്കെ കൊടുക്കുക. ഇപ്പൊ OBC ആണെങ്കിൽ നമ്മൾ OBC കൊടുക്കുമ്പോൾ ക്രിമി ലെയർ ആണോ അല്ലയോ എന്ന് കൊടുക്കുക. അങ്ങനെ ക്രിമി ലെയറിലാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു വരുന്നത്, സ്വാഭാവികമായിട്ടും അതിന്റെ നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വേണം. ഓക്കെ, ഇത് OBC-കാർക്ക് മാത്രമാണ് ബാധകം. അതുപോലെ തന്നെ SC ST ഒക്കെ ആണെങ്കിലും ഇവിടെ നിങ്ങൾ കാറ്റഗറി തിരിച്ച് കൊടുക്കാവുന്നതാണ്, ഏതാണ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫീന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഫീമെയിൽ ആണെന്ന് അറിയാം. കാരണം നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താണ്. അതുകൊണ്ടാണ് ഈ ഫീൽ എന്തായിരുന്നു പ്രത്യേകിച്ച് ഒന്നും കാണിക്കാത്തത്. കാരണം ഫീമെയിലിനും അതുപോലെ തന്നെ SC ST PWD കാറ്റഗറിക്കൊക്കെ എന്തായിരുന്നു ഫീസ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഇവിടെ എത്രയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഇവിടെ നമുക്ക് കാണിക്കും. ഡിഗ്രി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് മാത്രം ചെയ്താൽ മതി. അത് മാത്രമേ കാണിക്കാറുള്ളൂ സാധാരണയായിട്ട്. എന്നിട്ട് നിങ്ങളുടെ അഡ്രസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്യുക. നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, പിൻകോഡ് ഏതാണ്, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫേസ് വരും. അതായത് ഏകദേശം പാർട്ട് 1ന്റെ കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നോ തന്നെ കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്താൽ കാറ്റഗറി നമ്പർ ചോദിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കാറ്റഗറി നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ വേറൊരു പേജ് വരും. ഇവിടെ നമ്മൾ എന്തായിരുന്നു, ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് ഏതാ കൊടുക്കുന്നത്. അപ്പൊ ആധാർ കാർഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് ആധാർ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കൺഫേം ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. എന്നിട്ട് ഇവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ, എന്തെങ്കിലും തെറ്റ് തിരുത്തണമെങ്കിൽ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് തെറ്റ് തിരുത്താവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നു, ഈ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഐ എഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ലെങ്കിൽ ഈ ഒരു പേജിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പാർട്ട് 1 എന്ന് പറയുന്നത് ഗ്രീൻ ആയിട്ടാണ്, നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ 2 ഇൻറ്റു കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യാൻ ബാലൻസ് ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്യാൻ ബാലൻസ് ഉള്ളത് നമ്മുടെ ഫോട്ടോ ആണ്, സിഗ്നേച്ചറും അതുപോലെ തന്നെ ID കാർഡിന്റെ പ്രൂഫും ഒക്കെ അപ്ലോഡ് ചെയ്യണം PDF ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്യും. അതിനുവേണ്ടി ഫസ്റ്റ് കാണുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ID കാർഡിന്റെ PDF ഇത് 3ഉം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് എന്നിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരുന്നു, വീണ്ടും ആ മറ്റേ പഴയ പേജിൽ തന്നെ വരും. അതിൽ ഇതും ഗ്രീൻ സിഗ്നൽ കാണിക്കും, കാരണം നമ്മൾ ഓൾറെഡി എല്ലാം അപ്ലൈ ചെയ്തല്ലോ. അത് കഴിഞ്ഞ് എന്തായിരുന്നു, ഇവിടെ അടുത്തത് നമ്മുടെ സെന്റർ സെലക്ഷൻ, പിന്നെ ഡിക്ലറേഷൻ, അങ്ങനെ ഒരു സംഭവം ഇൻറ്റു എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ഇവിടെയും ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പൊ ഇതിൽ എക്സാമിന്റെ സെന്റർ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത്, ആ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം വെക്കുക. തിരുവനന്തപുരം വെച്ച് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, നമുക്ക് താഴെ നമ്മൾ നോക്കുമ്പോൾ ഡിക്ലറേഷൻ, തിരുവനന്തപുരം മാത്രമല്ല കേട്ടോ, ഞാനിപ്പോ തിരുവനന്തപുരം വെച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അടുത്തുള്ള സെന്ററിൽ വെക്കാം. അതുപോലെ തന്നെ താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിക്ലറേഷൻ കാണും. ഈ ഡിക്ലറേഷനിൽ ഇങ്ങനെ കുറെ നമ്മൾ എല്ലാം മോള് പറഞ്ഞതൊക്കെല്ലാം സത്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു, ഐ ഹാവ് റീഡ് ഡിക്ലറേഷൻ ആൻഡ് എഗ്രി എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു, ഇതാണ് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും യു ഹാവ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് യുവർ ആപ്ലിക്കേഷൻ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പൊ അപ്ലൈ ചെയ്യാൻ ബാലൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് EPFOയുടെ കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്റെ കോഡ് ഉപയോഗിച്ചാൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാം. Y681 ആണ് എന്റെ കോഡ്, Y681 ആണ്. സിലബസ് മുഴുവനും നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും കോഴ്സ് പോകുന്നത്. ഈ ഒരു കോഡ് ഇല്ലാതെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് എമൗണ്ട് കൊടുക്കേണ്ടി വരും. കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് കുറവാണ്. സോ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് Y681 എന്ന എന്റെ കോഡ് കൂടി ഉപയോഗിക്കുക. സോ അപ്ലൈ ചെയ്യാത്തവര് അപ്ലൈ ചെയ്യുക. നല്ല പാക്കേജും അതുപോലെ തന്നെ നല്ല പ്രൊഫൈലുമുള്ള ജോലിയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.